മോർണിംഗ് ഓൾ. ഞാനിന്ന് ഇവിടെ നമ്മുടെ പൊന്മുടിയിലേക്ക് പോകുന്ന കല്ലാർ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങളൊരു പ്രത്യേക സ്ഥലത്തേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്താണെന്നുള്ളത്. ലൈവിലേക്ക് പോകാം. പിന്നെ ഇത് പൊന്മുടിയിലേക്കുള്ള വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പൊന്മുടിയെ പറ്റി നന്നായിട്ട് അറിയാം. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇന്നിപ്പോൾ ഒത്തിരി പേര് വന്നു പോകുന്നൊരു ഇടമാണ്. ഡെയിലി അവിടെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഈ തണുപ്പും കൂടെ ഉള്ളത് കൊണ്ട് വളരെയധികം സുന്ദരമായ പ്രദേശമാണ്. നല്ല കാടും സൈഡിലായിട്ട് മരങ്ങളും ഒത്തിരി ഉള്ളത്. റോഡൊക്കെ നല്ല ക്ലീനാണ്. തണുപ്പ് കൂടി വരുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ ടൈം ഇത്രയും സമയമായിരിക്കും. 11 കാലമായി. എന്നിട്ടും തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വണ്ടി ഓടിച്ചു പോകാനും നമുക്ക് നടന്നു പോകാനും ഒക്കെ വളരെയധികം സുന്ദരമായ സ്ഥലമാണ്. അതേപോലെ റോഡിനെ ഒത്തിരി പറയാനുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. നമ്മളിപ്പോ 26-ാം കല്ലിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ പോകേണ്ട വഴി കണ്ടിട്ടുണ്ട്. ഒരു 6 കടന്ന് വേണം പോവാൻ. അപ്പൊ അതിന്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ ചെറിയ റിസോർട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇറങ്ങുന്ന എൻട്രൻസ് ആണ്. കല്ലാർ അരുവിയുടെ അടുത്തായിട്ടാണ്. സൈഡിൽ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. 2 സൈഡിലും നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ഇതായിട്ട് ഈ 2 സൈഡും കണ്ടാൽ അറിയായിരിക്കും. ഒത്തിരി മരങ്ങളും മോളക്കൂട്ടങ്ങളും അതിലുപരി പട്ടികളൊക്കെ നിൽപ്പുണ്ട്. കണ്ടില്ലേ? 2 സൈഡും നമുക്ക് കാണുമ്പോൾ തന്നെ വളരെയധികം സുന്ദരമായിട്ടുള്ള ഇതാണ് തോന്നുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ വെള്ളം കുറവാണ്. ഇത് കല്ലാർ അരുവിയാണ്. നോക്കുമ്പോൾ തന്നെ അറിയാം, ചെറിയ മരങ്ങളും തെങ്ങുകളും. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഇന്നലെ ആന ഇറങ്ങിയിട്ടുണ്ട്. ആ സൈഡ് കണ്ടാൽ അറിയാമായിരിക്കും. ഒത്തിരി ചവിട്ടി തെളിച്ചിട്ടാണ് വെളിയിൽ വന്നിരിക്കുന്നത്. ആ സൈഡിൽ കാണാൻ പറ്റും, ആ തെങ്ങിൻ്റെ സൈഡിൽ, ആ ഭാഗത്തായിട്ട്. പിന്നെ വെള്ളവും കുറവല്ലേ, അത് ഇറങ്ങി വന്ന് വെള്ളം കുടിക്കാനൊക്കെ വരും. വന്നിട്ട് അപ്പുറത്തോട്ടൊക്കെ കയറി അവിടെയും തെങ്ങൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. അത് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചെറിയ ചൂടും ചെറിയ തണുപ്പും ഫീലാണ്. സൈഡിലെ മരങ്ങളും കിളികളുടെ സൗണ്ട് ഇല്ല. കാര്യം മോർണിംഗിലാണ് കൂടുതൽ കിളികൾ വരുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ കുയിൽനാദങ്ങളും എല്ലാം കേൾക്കാൻ പറ്റും. നോക്കിയാൽ അറിയാം, വെള്ളം കണ്ടിട്ട് വളരെ തെളിഞ്ഞ വെള്ളമാണ്. കണ്ടില്ലേ? ചെറിയ മീനുകള് കണ്ടില്ലേ? എന്തൊരു തണുപ്പാണെന്നറിയും. വളരെ ഫീൽ ചെയ്യുന്നൊരു ഇതാണ്. പല മരങ്ങളുടെയും ഇലകൾ വീഴുന്നു. നല്ല ഔഷധ ഗുണമുള്ള മരങ്ങളുടെ ഇലകളൊക്കെ ചെടികളുടെയൊക്കെ വീഴുന്നുണ്ട്. ഇവിടുന്ന് നടന്നു കയറാൻ വലിയ പാടാണ്. വേണ്ട തെറ്റുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് തന്നെ വരണം. ചെറിയ മീനുകളൊക്കെ കൊണ്ടിട്ടുണ്ട്. നല്ല ഫീലിംഗ് ഉണ്ട്. പിന്നെ അല്ലാതെ ഇവിടെ ഉള്ളവരുടെ ആഹാരവും നാച്ചുറലായിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്. ആൾക്കാർക്കെല്ലാം സിറ്റിയിൽ ജീവിക്കാൻ ഇത് ആന മറിച്ചിട്ട് തെങ്ങാണ്. കണ്ട കിടക്കുന്നു. ഇത് രാത്രി കാലങ്ങളിൽ ചാടി ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് കയറുന്നതായിരിക്കും. കണ്ടില്ലേ? എന്ത് രസം. ഇങ്ങോട്ട് വന്നപ്പോ തണലായി. അത് മറിച്ചിട്ടിട്ടുണ്ട്. കാട്ടുജാതിക്കാരാണെന്ന്. ഇവിടെ മ്ലാവൊക്കെ ഉണ്ട്. മ്ലാവ് ആനയൊക്കെ വെച്ച് തീയുടെ ഇതാ. കണ്ടില്ലേ? ഇത് ആനയെ പേടിപ്പിക്കാൻ വേണ്ടി തീ ഇടുന്നതാണ്. ഇതിനാണെന്ന് അറിയില്ല. തീ എടുത്തിട്ടുണ്ട്. അതിന്റെ കല്ലുകളാണ് കാണുന്നത് മൊത്തം. പിന്നെ നടന്നു പോകുന്ന ഭാഗങ്ങളൊക്കെ കാണും. കണ്ടില്ലേ? ആ തെങ്ങൊക്കെ ആ സൈഡ് നോക്കിയാ. പിന്നെ 6 മണി കഴിഞ്ഞ പണിയാ. ഇത് കൊക്കോയല്ലേ? ഇവിടെ നിന്ന് ഉറങ്ങാൻ പോകുന്നു. പക്ഷെ ആനയെ പേടിച്ച് ഉറങ്ങാൻ നോക്കുന്നു. അതിക്കുന്നുണ്ടല്ലേ കൊക്കോ? ശരിക്കും ഉണ്ട്. അടുത്ത കുഞ്ഞു തോടാണ്. എന്താ
വലയുണ്ട്. സൂക്ഷിച്ചിറക്കേ. നേരത്തെ ഇവിടെ വെള്ളം കൂടുതലായിരുന്നു, അതായിരിക്കും. ഇനിയിപ്പോ കുറവായിരിക്കും. കണ്ടില്ലേ? ആ തന്നെ കണ്ടില്ലേ? ഈ തെങ്ങ് ആന പറിച്ചിട്ട് കണ്ടില്ലേ? രണ്ട് സൈഡിലായിട്ട് എടുക്കാം. ഓ, ചെറിയ തോടായതുകൊണ്ട് കുഴപ്പമില്ല, അത് അങ്ങനെ മറിച്ചിട്ടു. അനങ്ങുന്നുണ്ടോ? അവിടെ പാമ്പുണ്ടോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കൊക്കോയുടെ ഇടയിൽ കണ്ടില്ലേ? എന്തായാലും ഇതൊരു വല്ലാതെ വൈബ് തന്നെയാണ്. നല്ല വൈബ. കണ്ടില്ലേ? വേറെ സ്ഥലം കൊള്ളാം. കുഴപ്പമില്ല. ഈ സൈഡ് ആൾക്കാർ, അവിടെ പണിക്കാരാണെന്ന് തോന്നുന്നു. അതെ, പണിക്കാർ. ഇവിടെയൊക്കെ തീ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാരാണ്. ആ മരം കണ്ടില്ലേ? വലിയ മരം. അത് ആനയുടെ കാലുമായി ഇരിക്കുന്നു. ഓക്കെ, വെറൈറ്റിയാ. ഈ ഇത് സിനിമാടി ശ്രീദേവി അല്ല? അടിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അഭിനയിച്ചോളൂ അല്ലേ? അല്ല, ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അടിപൊളി. കോൽകളി, പിന്നെ പത്തടിപ്പാട്ട്. ഒരു പാട്ട് ഇനി ഞാൻ ചുമ്മാ പൈസ പാടി തന്നാൽ ശരിയാവോ? ഓ, അങ്ങനെ. ഇത് നിങ്ങളെ അറിയപ്പെടാൻ വേണ്ടിട്ടാണ് പറയണത്. തീരെ കമ്പളം എത്ര തവണ കത്തുന്നു. പൂച്ച നോക്കി കണ്ടുവരാ. രണ്ടല്ല, എനിക്ക് 4 പൂച്ച. അല്ല, കളറിങ്ങാണ് ഞാൻ പറഞ്ഞത്. ആ, അടിപൊളി. നാച്ചുറൽ. ഇത് കണ്ടില്ലേ? ഇത് വെൺമിഴാവ് എന്ന് പറഞ്ഞ മരമാണ്. എത്രയോ അടിനീളമുണ്ട്, കണ്ടില്ലേ? ഒറ്റത്തടിയായിട്ട് പോയിട്ട് ശിഖരങ്ങളാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ഉപയോഗിക്കോ? പറഞ്ഞു, വെൺതേക്കെന്നും പറയും അല്ലേ? അവരോട് പറയുന്നത് വേറെ പേര്, നാട്ടുകാർ പറഞ്ഞു വെളിച്ചേക്കുന്നു. കിണറിന്റെ സൈഡ് കല്ല് കണ്ടോ? അത് വെച്ചിരിക്കുന്ന കെട്ട് കണ്ടോ? നൈസായിട്ടുണ്ട്. കിണർ കാണുന്നതാ വളരെ താഴ്ച കുറവാണ്, കണ്ടില്ലേ? ഒരു 4 പടി മാക്സിമം, 4 പടി ഉണ്ടോന്ന് എനിക്ക് ഡൗട്ട്. കണ്ടില്ലേ? ആ എൻട്രൻസിന്റെ അവിടെ നോക്ക്, ആ ലോക്കർ അവര് കമ്പി വേലി വെച്ചിട്ടുണ്ട്. കമ്പി വേലി എന്താണെന്നറിയോ? 6 മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പ്രവേശനം കുറവാണ്. ആനകളൊക്കെ വരും. ആന, ഇത് പന്നി, അങ്ങനെയുള്ളതൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് കെട്ടിരിക്കുന്ന കാര്യം അവരുടെ ഇതിൽ കയറി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കറണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? സോളാറിലാണ് കണക്ട് ചെയ്തത്. കണ്ടോ? അടുത്ത മല കയറാൻ പോകുന്നു. കുടംപുളിയും കാണും. കുടംപുളിയും കാണും. കുർത്തി നശിച്ചു തുടങ്ങിയ മരങ്ങൾ, അതിന്റെ സൈസ് നോക്കിയാൽ ഇത് ആഞ്ഞിലാണോ വന്ന് ഇതിന്റെ വള്ളിയുടെ കനം നോക്കിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടി കൊണ്ടിട്ട് നമ്മുടെ ഇങ്ങനെ ഉണങ്ങി പോകണല്ല. അത് മാറില്ല. വഴി മാറി. വഴി മാറി. എന്തിന് മരുന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഷുഗർ ഇവിടെ വന്നു. എപ്പോ മാറി?
എല്ലാം പോയത് പൈസ കിട്ടുമ്പോൾ പൈസ കാണുന്നുണ്ട്. ചോദിക്കാം ചേച്ചി. കണ്ടില്ലേ വൃത്തികൾ, വലിയ വൃത്തികൾ കണ്ടില്ലേ? കണ്ട അത് വിളയാറായത് എന്തോ കടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? കൈ വയ്ക്കണ്ടല്ലോ. ഇത് കാട്ടുപുളിഞ്ചി കണ്ടില്ലേ? ആനപ്പുളിഞ്ചി എന്ന് പറയും നമ്മൾ, പലരും പല പേര് പറയും. ഇതിന് പുളിപ്പില്ലെന്നാ പറയുന്നത്. എന്തോന്നറിയ ഇത്? ചുരു നോക്ക്, നടന്ന് കൊണ്ടാണെന്ന് തോന്നുന്നു. കാപ്പി ഇത് തെറ്റിയോ? വഴി തെറ്റി. ഇത് കാട്ടിലേക്കുള്ള വഴിയാണ്. എടോ ഇത് നമുക്ക് വഴി തെറ്റിയോ? ഓക്കെ, വഴി തെറ്റിയോ? അറിയാൻ വയ്യ. എന്തായാലും പോയി നോക്കാം. മുമ്പോട്ട് പോ. കണ്ടില്ലേ എന്ത് പടിയെന്നറിയാം? വേറെ ഒത്തിരി പടിയുണ്ട്. താളന്ന് ഇത്രയും കണ്ടത് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും പൊളിച്ചു. നല്ല നല്ല വ്യൂ. എന്നാണ്ട് ഇത്രയും വെയിൽ വന്നിട്ട് ഒരു പ്രശ്നമല്ലോ. ചെറിയ കുറച്ചുകൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തി. നിങ്ങൾക്കറിയാം, ബോർഡ് വെച്ചിട്ടുണ്ട്, ആദിത്യ വൈദ്യശാല. ഇതൊരു അമ്മ നടത്തുന്നവരാണ്. കാണി ഗ്രൂപ്പിൻ്റെ ഒരു അമ്മയാണ്, പഴയ കാലത്തെ അമ്മമാരിലൊരാളാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം, വീഡിയോയിലേക്ക്. നമ്മുടെ ഇതിൻ്റെ അമ്മയെ ഒന്ന് വിളിക്കാം. ചന്ദ്രിയമ്മ ഒന്ന് വന്നോളൂ. അമ്മ, ഞങ്ങളിന്ന് വന്നത് ഇന്ന് കാണാനും ഈ ആദിത്യ വൈദ്യശാല എന്താണെന്നുള്ള അറിയാനും കൂടിയാണ് വന്നത്. ഇതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വീട് പെരയാണ് വൈദ്യശാല. കയറി വരി. വേയിലപ്പെര. വന്ന് കയറിയ ഉടനെ ഒരു കഞ്ഞി കൂടിയാണ്, സ്പെഷ്യലായിട്ടുള്ളൊരു കഞ്ഞിയാണ്. കണ്ടില്ലേ, ഇഞ്ചി, പരണ്ടയ്ക്ക പോലത്തുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഇവിടുത്തെ ഒരു പ്രത്യേക സംഭവമാണ്. ഇത് കഴിച്ചു തുടങ്ങിയതുള്ളൂ. അപ്പോഴാണ് ഇതിലേക്ക് വന്നത്. ഇതിനെപ്പറ്റി ഒരു നമുക്ക് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചു നോക്കട്ടെ. വളരെ സൂപ്പറായിട്ടുണ്ട്. വെറൈറ്റി കഞ്ഞിയാണ് ഇത്, വളരെ സൂപ്പറായിട്ടുണ്ട്. ഇതെല്ലാവരും വന്ന് ഇവിടെ വന്ന് ആ ചികിത്സയും ഇതെല്ലാം അനുഭവിക്കണം, എന്നാലും അത് മനസ്സിലാക്കും. വന്നിരിക്കുന്നത് അമ്മയെ കാണുക, പരിചയപ്പെടുക. ഇവിടെ അമ്മ നടത്തുന്ന വൈദ്യശാല എന്താണ്, ഈ പൊന്മുടിയിൽ ഈ കല്ലാർ ഭാഗത്ത് ഇങ്ങനെ ഗോത്രവട്ടത്തിലുള്ള ഒരു കാണി ഗ്രൂപ്പിലുള്ള ഒരു അമ്മ. അപ്പൊ അമ്മയെ കണ്ട് ഇത് കാര്യങ്ങൾ എന്താണെന്ന് അറിയണം, അമ്മയെ ലോകം അറിയണം, അത് എന്താണെന്നുള്ളത് അമ്മ പറയണം. അപ്പൊ ആദ്യം എനിക്ക് അറിയേണ്ടത് ഭാഷ എന്താണ്, നിങ്ങളുടെ ഭാഷ? ഭാഷ പറഞ്ഞ എൻ്റെ പേര് ചന്ദ്രികയാണ്, ചന്ദ്രിക കാണി. തിരുവനന്തപുരം ജില്ല പൊന്മുടി പോകുന്ന വഴിയാണെങ്കിൽ 26-ാം കല്ല്, കല്ലാറ് പോകണ്ട, 26-ാം കല്ല് ആണ് മെയിൻ റോഡ് കഴിഞ്ഞിട്ട് മുല്ലമൂട് സെറ്റിൽമെൻ്റ് ആണ്. അപ്പം ഞാൻ കാണിക്കറിയാണ്. അപ്പം ഞാൻ ഇത് എൻ്റെ എന്നിട്ട് ഞങ്ങൾ പാരമ്പര്യ അറിവാണ്. അതിൻ്റെ അപ്പയിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ പഠിച്ച് മുതിർന്നവരിന്ന് ഞങ്ങൾ അപ്പയും അമ്മയും എന്നല്ല, അപ്പടി അമ്മടി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഉള്ള മക്കളാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ അവർ ചെയ്ത അപ്പടി അമ്മടി, അവർ ചെയ്ത അതിൻ്റെ അപ്പടി അമ്മടിയും ചെയ്ത അറിവുകൾ എല്ലാം ഒന്നുമില്ല, എല്ലാം അവരെ പോലെ അറിവൊന്നുമില്ല. ഒന്നും ഞാൻ പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കണ്ടറിവും കേട്ടറിവ്. കാണിക്കാരുടെ വള്ളി മുടിച്ചില്ല വാപ്പറുൾ എന്ന് പറയുന്നത് വാമൊഴിയാണ്. വാമൊഴി. അപ്പോൾ വള്ളി മുടിച്ചില്ല വാപ്പറുൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലുള്ള വാമൊഴിയാണ്. കണ്ടറിവ്, കേട്ടറിവ്, കൊണ്ടറിവ്, കൊടുത്തറിവ്, വാമൊഴി, വരമൊഴി, വാദാനം, വരദാനം. അപ്പം അങ്ങനെ പഠിച്ച ഒരു അറിവാണ്. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ എനിക്ക് 2 പെൺമക്കളാണ്, 3, 6 പേരുണ്ട്. പേരക്കുട്ടികൾ 6
എന്നിട്ട് പണ്ട് ഞങ്ങളെ ഭാഷയിൽ പറയുന്നത് ഞാങ്കൾ എന്നാണ് പറഞ്ഞത്, ഞങ്ങളെ തന്നെ ഞങ്ങളെ ഭാഷ പറഞ്ഞത് എല്ലാം ഉള്ള രണ്ട് പെമ്മക്കൾക്കും ഉള്ളത് 6 ചിരിയാമാര്. 6 ചിരിയാമാര് ചെറുമക്കളെ പറഞ്ഞ അത് ചിരിയാമാര്. ആണുങ്ങളായോണ്ടാണ് 6 ചിരിയാമാരെന്ന് പറയുന്നത്. പെൺകുട്ടികളാണെങ്കിൽ അത് 6 വലിയ ഒരു പെണ്ണുണ്ടെങ്കിൽ ഒരു പെണ്ണുണ്ട് ഉണ്ട് ചാറേ അങ്ങനെ പറയും. പക്ഷെ അപ്പോൾ ഞാനിത് ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഒരു പുറലോകത്തേക്ക് അറിഞ്ഞ ഒരു 44 വർഷം കൊണ്ട് ഇത് ചെയ്തെങ്കിൽ ഇപ്പം പുറലോകത്തേക്ക് അറിയാൻ പറ്റുന്നത് ഗത്താസ് മുഖാന്തരമാണ്. അവരാണ് ഞങ്ങൾ കാണിക്കാറ്. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലാണ് കാണിക്കാറുള്ളത്. ഇപ്പം തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ കാണിക്കാറുള്ളത്, കുറച്ച് കൊല്ലം ജില്ലയിൽ. അപ്പോൾ ഈ 3 രീതിക്കുള്ള ഞങ്ങളെ കാണിക്കാറുള്ള ഭാഷ മാറ്റമുണ്ട്. ഞങ്ങൾ കോളേനിക്കാർ ഞങ്ങളുമായിട്ട് നാട്ടിൻപുറമായിട്ട് ഒരുമിച്ച് കിടക്കുന്ന കാണി ഏരിയ മുല്ലമൂടാണ്. അമ്മ ഇപ്പൊ ഏതൊക്കെ ടൈപ്പ് ചികിത്സയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാൻ ചികിത്സ ചെയ്യണമെന്ന് പറയുന്നത് ആവിക്കുളിയാണ് ചെയ്യുന്നെങ്കിൽ ആവിക്കുളി ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരമുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് ഇത് ആവിക്കുളി നടത്താതെ ഇരിക്കാന്നുള്ളവർക്ക് മാത്രമേ ഇരുത്തുള്ളൂ നോക്കിയിട്ട്, അല്ലാതെ എല്ലാവരെയും ഇരുത്തൂല. അപ്പൊ അങ്ങനെ അത്യാവശ്യം ചികിത്സ ചെയ്യണമെന്ന് വെച്ചാൽ ഒരാൾ ഒരു വയറുവേദനയോ തലവേദനയോ മഞ്ഞപ്പിത്തത്തിന്റെ ഇത് കൈമുട്ട് വേദന, കാൽമുട്ട്, നട്ടൽ വേദന, നടുവേദന, ഇങ്ങനെ ഉടവ്, ചതവ്, തട്ടുമുട്ട്, നീർക്കെട്ട്, നീർക്കോങ്ങ്, ഇതിനൊക്കെ ഞാൻ അത്യാവശ്യം അറിയാൻ പറ്റുന്നത് ഞാൻ എൻ്റെ ഒരു മിടുക്കല്ല, എൻ്റെ മാതാപിതാക്കളുടെ ഒരു സാന്നിധ്യം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് അതെ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ കാട്ടിൽ പോയി മരുന്നുകൾ, പച്ചല മരുന്നുകളെല്ലാം ശേഖരിച്ച് തന്നെ കാട്ടില്ലാന്നാലും ഇപ്പം ഇവിടെ പറമ്പിൽ കുറച്ചൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ ചിറ്റാ കിടക്കുന്നൊക്കെ മരുന്നാണ്. പക്ഷെ ഒരു മരുന്നിൻ്റെയും പേര് മാത്രം ഞാൻ പറയില്ല. ആവിക്കുളി, ആവിക്കുളി മലയാളത്തിൽ ആവിക്കുളി. ആവിക്കുളി എന്ന് വെച്ചാൽ അത് ഒരു വിഷത്തിൻ്റെ ഒരു പാമ്പ് കടിച്ചാലും വിഷം ശരീരത്തിലുണ്ടെങ്കിൽ ഈ ആവി ഒരു 3 ആവി ഇരിക്കുമ്പോൾ തന്നെ വിഷാരികളെടുത്ത് പോയി വിഷം ഇറക്കിയിട്ട് ഒരു 3 ആവി ഇരിക്കുമ്പോൾ തന്നെ ഈ ശരീരത്തുള്ള വിഷാംശങ്ങളൊക്കെ പോയി പിന്നെ നല്ല ശരീരത്തിനും എല്ലാ അങ്ങനെ ഇത്ര വയസ്സല്ല ഒരു വയസ്സായ കുട്ടിക്ക് വരെ ആവിയിൽ ഇരിക്കാം. അതാണ്. പൊടി കൊണ്ടുണ്ടാകുന്ന ശ്വാസമുട്ടലുണ്ട്, പാരമ്പര്യമായിട്ടുള്ളതുണ്ട്, അലർജി കൊണ്ടുള്ളതുണ്ട്. അപ്പൊ പിന്നെ ക്ഷയരോഗത്തിന്റെ ഇതിന് ശ്വാസമുട്ടലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പം ശ്വാസമുട്ടലുള്ളവർ ഇരിക്കില്ലെന്നാണ്. ഇപ്പൊ അവര് പറഞ്ഞവർക്ക് ശ്വാസമുട്ടലുള്ള ആളാണ് ഒരാൾ. ഞങ്ങൾ ശ്വാസമുട്ടൽ എന്നല്ല പറഞ്ഞ ഇളുപ്പ്. പണ്ട് തന്നെ ഇളുപ്പ്. അതാണ് മെയിൻ. ഈ രോഗമൊന്നുമില്ല, തീനമാണ്. ഞാൻ ഇന്നതുവരെ ആരെയും രോഗികളെന്ന് പറഞ്ഞിട്ടില്ല. ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ കല്ലിന്റെ കല്ലിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വന്ന സാറ് അവിടെ അക്കരെ വെച്ച് കഴുത്തുളിക്ക് വന്നാണ്. ആശുപത്രി ചെന്നപ്പോ എത്രയെടുത്തോണ്ട് കാണിക്കാൻ പറഞ്ഞു. തിരിച്ച് ഓടി എൻ്റെ അടുത്താണ് വന്നത്. മുടി വളരുന്നതിന് ഞാൻ ഒരു എണ്ണ, ഞാൻ 4 എണ്ണ അരിക്കണമെങ്കിലും അത് ഒരു 21 ഐറ്റം മരുന്നിട്ടാണ് ഒരു പ്രധാനമായ എണ്ണ. അത് മനുഷ്യന് മാത്രമല്ല, ആട്ടിന്, മാട്ടിന്, പട്ടിക്ക്, പൂച്ചയ്ക്ക്, കോഴിക്ക്, മനുഷ്യർക്ക് എല്ലാവർക്കും ആണ് ഈ ഒരു എണ്ണയാണ്. അപ്പൊ തലമുടി വളരാനും മുടി ഇല്ലാത്തവർക്ക് ഒന്ന് മുടി കിളുത്ത് വരാനും ഒക്കെ. എൻ്റെ ഒരു മോനുണ്ട്, അതിപ്പോ 7-8 വർഷമായി മീശയൊന്നും ഇല്ലാതെ വന്ന്. ഇപ്പൊ അവന് ഒരു കുഴപ്പമില്ല, തലമുടിയും വന്ന് മീശയൊക്കെ ഉണ്ട്. തലവേദന കൊടിഞ്ഞിലൊക്കെ ഉണ്ടെങ്കിൽ തലവേദന മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വിട്ട ഒരുപാട് കേസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് ഉറക്കം വരും. അവർക്ക് ഉറക്കം വരും. ഇവിടെ തന്നെ ഒഴിഞ്ഞ് ഇപ്പൊ ആവിയിലിരുന്നപ്പോ തന്നെ അവർക്ക് ഇരുന്നപ്പോ തന്നെ ഉറക്കം വരുന്നു. അപ്പൊ ഈ ഒരു എണ്ണയാണ് കൂടുതലും ഫുള്ളായിട്ട് ഒരാൾ ഇപ്പം ആവിയിരിക്കാനൊക്കെ. അല്ല, അത് ആദ്യം തേക്കുന്നവർക്ക് ഒരു 2 മാസമൊക്കെ ഇത് തേച്ച് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് പിന്നീട് ഈ എണ്ണ ശരീരത്ത് പിടിക്കുമല്ലോ, പിന്നീട് തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഈ എണ്ണ തേച്ചിട്ട് വിയർക്കാൻ പാടില്ല. ചികിത്സാ സമയം എത്ര മണിക്കൊക്കെ? ചികിത്സാ സമയം ഇന്നിപ്പോ ഇത് വേനലായോണ്ട് രാവിലെ വെളുപ്പാങ്കാലം 3 മണി തൊട്ട് 10:30 വരെ ആവിയിരിക്കാൻ പറ്റും. എനിക്ക് ഏത് സമയം വേണമെങ്കിലും വരാം. ഈ കാട് തള്ളി എന്തിയാണല്ലോ നിങ്ങൾ വന്നത്. കൂടെ ഒരു വണ്ടി സൗകര്യം ഇല്ല. പിന്നെ അപ്പൊ എനിക്ക് ഒരു പ്രധാനമായിട്ട് ഞാൻ സാറന്മാരുടെ അടുത്ത് പറയാൻ ഒരു കാര്യം ഉദ്ദേശിക്കുന്നത്, എനിക്ക് പിന്നെ തിരുവനന്തപുരം RCC സെന്ററിൽ നിന്ന് ഡോക്ടർമാരും അതിലുള്ള അനീസ് സാറാണ് അതിൻ്റെ കോർഡിനേറ്ററാണ്. അപ്പോൾ അവരെല്ലാവരും വന്ന്
ഞാൻ ഈ വൈദ്യശാലയ്ക്ക് എന്താ വേവില കൊണ്ട് തന്നെ വൈദ്യശാല കെട്ടണമെന്ന് പറഞ്ഞ് ഇവിടെ പണി തുടങ്ങിയപ്പോൾ അവരെല്ലാവരും കുറേ പേര് ഒരു 7-8 പേര് വന്ന് കണ്ട് എനിക്ക് ഒരു ധനസഹായം അവർ ചെയ്തു. ഞാൻ ചാനലുകാരൊക്കെ വരുമ്പം പറയാണ്, പക്ഷെ അവരാരും അത് പുറലോകത്തേക്ക് വിടുന്നില്ല, അത് പുറലോകത്തേക്ക് വിടുന്നില്ല. അപ്പൊ ഇത് സാറന്മാർ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ്, ഇത് ഞാൻ ഏഷ്യാനെറ്റുകാർ വന്ന് പറഞ്ഞ് ഡോക്യുമെന്റ് എടുക്കാൻ ആള് വന്ന് മാതൃഭൂമിക്കാരുടെ അടുത്ത് ഇട്ടാൻ ഞാൻ പറഞ്ഞു, പിന്നെ ഇതിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്യണം. അവരാണ് ഈ ബോർഡ് ഫ്രണ്ടിൽ ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു കുടുംബശ്രീ കമ്മിറ്റിയുടേതാണ് അഗസ്ത്യാലയം വെച്ചിരിക്കുന്നത് വൈദ്യശിക്ഷ. എന്റെ യഥാർത്ഥ വൈദ്യശാലയുടെ പേര് ആദിത്യ വൈദ്യശാലയാണ്. അപ്പൊ അങ്ങനെയാണ് ഇവ 2 പേര് അവിടെ വന്നിരിക്കുന്നത്. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ എന്താണ്? അനുഷ്ഠാനങ്ങള് ഇപ്പൊ എന്റെ അപ്പടിയാമ്പടിയെന്ന് ഇരുന്ന പോലെ അല്ല ഞങ്ങള് ചെയ്യുന്നത്. എന്നാലും ഒരു കളമുണ്ട്, കളത്തിൽ ഒരു അന്ത്യത്തിരിയെങ്കിലും കത്തിച്ച് വെച്ച് ഞങ്ങള് മുത്തിയമ്മ ഈ കാണിയിൽ, ഇത് ഓടത്തമ്പാറ കാണിയാണ്, മുത്തിയമ്മയാണ് ഒന്നാം സ്ഥാനം. ഗണപതി ഭഗവാനും മുത്തിയമ്മയും തേപമുത്തൻ മറുകുറ്റി മുത്തൻ എന്ന് പറഞ്ഞാണ് ഈ കാണിയിലുള്ള കാണിയാണ്. ഒരു ഇപ്പോൾ എനിക്ക് 2 മക്കളുണ്ടെങ്കിൽ 1 ഏക്കർ ഉണ്ടെങ്കിൽ അതിലൊരു 10 സെന്റ് വിട്ടിട്ട് ഒരു 45 സെന്റ് 2 മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും പോലെയാണ്. അപ്പൊ അതിലൊക്കെ ഉടമസ്ഥ ആരാണ് എൻ്റെ മക്കളാവുന്നത്. അതുപോലെ ഇത് ഓടത്തമ്പാറ കാണിയാണ്. കാണിയിലാകുമ്പോൾ കാണി മുത്തിയമ്മയാണ്. കാണി മുത്തിയമ്മ, ഗണപതി ഭഗവാൻ, തേപമുത്തൻ, മുത്തിയമ്മ. അപ്പൊ അവര് ഇപ്പൊ ഇത് എന്നെ ഇവിടെ കൊണ്ടുവന്ന സ്ഥലമാണ്. ഞാൻ ജനിച്ചു വളർന്നത് പൊന്മുടിയാണ്. പൊന്മുടി മണക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഞങ്ങൾക്ക് തടസ്സമുണ്ട്, അവര് തടസ്സം ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കാടുകളിൽ പോയി എടുക്കാനുള്ള വനത്തിന് കാണിക്കാറാണിത്. കാട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. കാണിക്കാറെന്ന് വെച്ചാൽ ഒരു വനം കാട് നശിപ്പിക്കാനൊന്നുമല്ല. ഇപ്പോഴും മെയിൻ പ്രശ്നം ഈ മൃഗങ്ങൾ ഇത്രയും ശല്യം എന്ന് പറയുന്നത് കാട് തീയാത്താത്തതിന്റെ പേര്. വർഷാവർഷം കാട് തീയത്തിപ്പോയ, കരിയിലയിൽ തീയത്തിപ്പോയ പിന്നെ ഒരു 10 ചെടി നഷ്ടപ്പെട്ട് 10,000 ചെടികളായിട്ട് ഈ ചാരം കൊണ്ട് ഇതിങ്ങനെ പുഷ്ടിയോട് മരുന്ന് എടുക്കാൻ മരുന്നില്ല. അമ്മ ഈ ചികിത്സയ്ക്ക് വന്ന ആൾക്കാർ ഒന്ന് പരിചയപ്പെടുത്തില്ല, അവരുടെ അടുത്ത് ചോദിക്കാം അവരുടെ അനുഭവങ്ങൾ. അതെ, അവരുടെ അടുത്ത് ചോദിക്കണം. അവര് ആദ്യമായിട്ട് വന്നതാണ്. ഇന്നലെ ഇന്നും കൂടെ ആവി ആയതേ ഉള്ളൂ. ഇവരൊക്കെയാണോ വന്നിരിക്കുന്നത് നമ്മുടെ? അതെ. അപ്പൊ ഒന്ന് ഇവരുടെ അനുഭവങ്ങളൊന്ന് ചോദിക്കട്ടെ. ഇപ്പൊ സാറ് വന്നിട്ട് ഇപ്പൊ സാറിന് എങ്ങനെ ഫീൽ ചെയ്തത്? ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് ഒരു നീരിറക്കം. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ കഴുത്ത് തിരിയില്ല. കഴുത്ത് തിരിയാതെ വന്നപ്പോൾ ഞാൻ വിദരാശുപത്രി. അപ്പം ഡോക്ടർ ഒരു 3 ദിവസത്തെ ഗുളികയ്ക്ക് എഴുതി തന്നു. ഈ 3 ദിവസത്തെ ഗുളിക കഴിച്ചതിന് ശേഷം വന്ന് എക്സ്റേ എടുക്കാൻ കുറവില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ചേച്ചിയെ പോയി കണ്ടു. ചേച്ചി തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചി പോയി കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞ്, സാർ ഒരു കാര്യം ചെയ്യും, ആ ഷർട്ട് ഒന്ന് ഊരിയുന്നു. ഷർട്ട് ഊരിയിട്ട് കുറച്ച് തൈലം എടുത്ത് തലയിലിട്ട് ഒന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞിറക്കിയുള്ളൂ. അപ്പോഴേ തന്നെ ആ സംഭവം ഒരു അരമണിക്കൂറിനകത്ത് കഴുത്ത് തിരിയാൻ തുടങ്ങി. എനിക്കപ്പോൾ മനസ്സിലായി ഇത് ചേച്ചിയുടെ കൈകൊണ്ട് തിരിയും. അപ്പോൾ വൈകുന്നേരം കൂടെ ഒന്നും കൂടെ ഒരു ഒഴിച്ചിൽ, 2 ഒഴിച്ചിലും മാറും. അപ്പോൾ അതെനിക്കൊരു അനുഭവമായിട്ട് ഞാൻ ഇത് നമ്മളെ സുഹൃത്താണ് LIC നെടുമങ്ങാട് LIC ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ പുള്ളിയെ കൂടെ ഇന്ന് വിളിച്ച് ഇവിടെ ഒരു ചേച്ചി ആവി ഗുളി സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ആവി ഗുളിക്ക് വന്നു. ചേട്ടന്റെ പേര്? എൻ്റെ പേര് ഹരിദാസ്. നമ്മുടെ പേര് ദീപു. അപ്പൊ ഈ ഫീലാണോ വന്നത്? എന്താണ് അരമണിക്കൂർ ഇതിനകത്ത് ഇരുന്നപ്പോഴത്തേക്ക് ശരിക്കുള്ള ആ ഒരു കുടി പോലെ തന്നെ കാര്യം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് ശ്വാസം മുട്ടൽ അങ്ങനെയൊന്നും വളരെ അപ്പൊ നമ്മൾ ഈ ആവി തന്നെ വായിൽ ഉൾക്കൊള്ളുന്നു, അത് അകത്തേക്ക് പോകുന്നു. ആ തുറന്നു വെച്ച് വീട്ടെടുക്കണമെന്നാണ് പറയുന്നത്. നല്ല ഒരു അനുഭവമായിരുന്നു. ശരിക്കും നല്ല ഒരു കുളി കഴിഞ്ഞിറങ്ങുന്ന ആ ഒരു ഇതാണ്. മൈൻഡ് സെറ്റ് ഉണർന്നു. എനിക്ക് സോറിയാസിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ പച്ചില മരുന്നുകളെ കുറെ ചേർത്ത് ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഈ അമ്മച്ചിയെ അത് ഇതാണ് മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് ഉണ്ട് ഇവിടെ വന്നിട്ട്. എത്ര ദിവസമായി വന്നിട്ട്? ഇതിപ്പോ ഫസ്റ്റ് ഡേ ആണ്. എന്നാലും ആ ഒറ്റ ഇതിൽ തന്നെ നല്ലൊരു ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നു. മേഡം അത് തന്നെയാണോ? സെയിം ഇത് തന്നെയാണ്. അമ്മ നമുക്ക് ആവി കുളി ഒന്ന് കാണാം. സാർ, അമ്മ ഈ ചികിത്സാ രീതിയെ പറ്റി ഒന്ന് പറഞ്ഞല്ലേ. ആദ്യം ഇങ്ങനെ ഇത് കണ്ടു, ഇത് എന്താണെന്നുള്ളതൊന്നും എനിക്ക് അത് ഒരാളെ ആവിക്ക് ഇരുത്താൻ വേണ്ടി എണ്ണ ഇടാനാണ്. എണ്ണ ഇട്ടെന്ന് വെച്ചാൽ തടവാൻ. ഇരിക്കാത്തവരെയും മേശയിൽ എണ്ണ ഇട്ട്
എല്ലാം തല ശരീരം മുഴുവൻ. അവിടെയാണ് അടുപ്പ് വെച്ചിരിക്കുന്നത്. അവിടെ അതിൽ 69 കൂട്ടം മരുന്ന് ഇട്ടാണ്, മരുന്ന് എല്ലാം ഇട്ട് ഇത് സാധാരണ മംഗലത്തിലാണ് മൊത്തം 69 കൂട്ടം മരുന്ന്. അതിൻ്റെ എല്ലാം അതിന് എന്നുവെച്ചാൽ എത്രയും പറ്റിയോടും ശുദ്ധിയോടും കൂടെ ആ കാര്യം അത് വേവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു എല്ലാം മരുന്നും എല്ലാം ചേർത്ത് വെള്ളവും ചേർത്ത് മരുന്നും ചേർത്ത് എല്ലാം അടച്ച് എല്ലാം ഫുള്ളായതിന് ശേഷം തീ കത്തിച്ച് 1 മണിക്കൂറെങ്കിലും ആദ്യം തിളച്ചതിന് ശേഷം ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ വെള്ളം കയറ്റി ഇരുത്താം. അരമണിക്കൂർ എണ്ണയിട്ട് തടവാനും 15 മിനിറ്റ് ആവിയിൽ. അപ്പൊ 3/4 മണിക്കൂർ. അല്ല ഇത് വിയർക്കുന്നത് മാത്രമല്ല, അത് ഇരിക്കുന്ന ആളിന് ഇങ്ങനെ അടച്ച് ഇടും. ആളിനെ ഇതിൽ കയറ്റി അടച്ചിടും. അടച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇരിക്കും. ഈ സ്റ്റൂളിലെ ഇവിടെ തറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് വിളിച്ച് ചോദിക്കും, ഇങ്ങനെയുണ്ട്, ചൂടുണ്ടോ, ചൂടില്ലേ. അപ്പൊ അകത്തിരിക്കുന്ന ആൾ മറുപടി തന്നോണ്ടേ ഇരിക്കണം. തീ കുറയ്ക്കണോ എന്ന് ചോദിക്കാൻ, ആവി കൂടുതലാണെങ്കിൽ തീ കുറയ്ക്കണം. അടുപ്പിനെ പറ്റി അടുപ്പ് ഇത് വേറെ സാധാ ഉള്ള അടുപ്പ് പോലെ അല്ല. ഇത് ആവിക്കല. ഇതിപ്പോ ചെറിയ കലമാണ് വെച്ചിരിക്കുന്നത്. വലിയ കലത്തിന് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് 2 ആവിക്കൂടെ ഉണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം ഉണ്ടെങ്കിൽ 2 ഇവിടെ ഒന്നാക്കി ഇങ്ങനെ 2 കവരമായിട്ട് പൈപ്പ് ഇട്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം കുറയുമ്പോഴും അത്യാവശ്യം മരുന്ന് ചേർക്കാനാണ് ഇങ്ങനെ ഇവിടെ ഇട്ടിരിക്കുന്നത്. മരുന്നാണ് ഇടുന്നത്, അതല്ല ഇലയല്ലല്ലോ. ഇലയും എല്ലാം ഉണ്ട്. പച്ചയുണ്ട്, ഉണങ്ങിയതുണ്ട്, എല്ലാം ഉണ്ട്. തിളച്ചതിന് ശേഷം ഈ ആവിക്കുട്ടിനകത്ത് ഇരിക്കാൻ പറ്റും. ഇവിടെ ഇത് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ആവിക്കുട്ടിനകത്ത് കയറ്റി ഇരുത്താനും. എത്ര മണിക്കൂറാണ് തിളയ്ക്കാനുള്ള സമയം ഇതിനകത്ത്? തിളയ്ക്കാൻ ഇതിനിപ്പോ ഇത്രയും വെള്ളം ഒഴിക്കും. കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ കൂടുതൽ വെള്ളവും ചേർത്ത് മരുന്നും ചേർത്തിട്ട് തീ കത്തിക്കുമ്പോൾ 2 മണിക്കൂർ തിളപ്പിക്കണം. എന്നാൽ തീ കത്തിക്കണം. ഇനിയിപ്പോ പെട്ടെന്ന് തിളയ്ക്കും. ചൂടായി നിൽക്കുന്നുണ്ട്. ഹായ് വ്യൂവേഴ്സ്, നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ അമ്മയുടെ വൈദ്യശാലയിലേക്ക് വരുന്നവർക്ക് വിളിച്ചിട്ട് വരാം. അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഞാനൊന്ന് പറയാം. 8547486816. അല്ല, മുല്ലമൂട് കുന്നംപുറത്ത് വീട്, കല്ലാർ PO, 26-ാം കല്ല്, വിതുര വഴിയാണ് വരേണ്ടത്. ഓക്കെ. ഈ വരുന്നവര് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും എനിക്കൊരു നാളെ എനിക്കല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക്, ഞാനിന്ന് അല്ലെങ്കിൽ നാളെ മൺമറഞ്ഞു പോകുന്ന ആളാണ്. എൻ്റെ കുട്ടികൾക്ക് ഞങ്ങളെ തലമുറയ്ക്ക് നല്ല ഒരു കാര്യങ്ങൾ ചെയ്തു തരണമെന്നുള്ള ഒരു പ്രാർത്ഥന എനിക്കുണ്ട്. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വന്ന് സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. അതിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അസുഖങ്ങളായിട്ട് വന്നാലും അവർ സഹായിക്കാൻ അവർ തയ്യാറാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും. ചികിത്സ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇത് വളരെയധികം നല്ലതാണ്. പലരും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ പഴയ കാലങ്ങളിലുള്ള സംഭവം വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം. താങ്ക് യു ആൾ.